ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു കുഞ്ഞടുപ്പൊക്കെ കത്തിച്ച് പാത്രം അതിന് മേലിൽ വെച്ചിട്ട് ഗോതമ്പ് പായസമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനിപ്പം ഗോതമ്പ് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഇതിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ രണ്ടാം പാലുണ്ടല്ലോ തേങ്ങയുടെ, അത് ഒഴിക്കാം. അതൊരു 1.5 ഗ്ലാസ്സാണ് ഒഴിക്കുന്നത് ഞാൻ. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. തിളയ്ക്കുന്നതിന് മുന്നേ ഒരു ശർക്കര ഇടാം നമുക്ക്. ഇതുപോലെ റൗണ്ടിലുള്ള ആവശ്യത്തിന് വലിയ സൈസിലുള്ള ഒരു ശർക്കര മതിയാവും. ഇതിട്ട് നമ്മൾക്കിനി തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിളപ്പിച്ചെടുക്കുക നന്നായിട്ട്. ഇത് തിളയ്ക്കുന്നതിനോടൊപ്പം നമ്മളുടെ ശർക്കരയും അലിഞ്ഞു പോയിക്കോളും. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ അത് പാവാക്കിയിട്ട് അല്ലെങ്കിൽ ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിക്കാവുന്നതാണ്. ഈ അടുപ്പിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ ഞാനിതൊന്ന് ചുമ്മാ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്, എങ്ങനെ ഉണ്ടാവുന്നത്. ഇതൊരു കുഞ്ഞടുപ്പല്ലേ, അപ്പം ചെറിയ ക്വാണ്ടിറ്റി മതിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഇത്. ഇതിപ്പം പതുക്കെ തെളിച്ച് വരുന്നുണ്ട്. ഇതിനകത്തിപ്പം രണ്ടാം പാൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ഇനി നമ്മളിത് തിളച്ച് വരുന്ന സമയത്ത് ഒന്നാം പാൽ ഒഴിക്കുക. അത് ഞാൻ ഈ 1 ഗ്ലാസ്സാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇറക്കി വയ്ക്കാം. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വറുത്ത കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം ചേർക്കാം. അപ്പോൾ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിക്കാം. രണ്ടും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ട് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് പായസം റെഡിയായി. ഇതെല്ലാവർക്കും അറിയുന്ന പായസം തന്നെ ആയിരിക്കും ഉണ്ടാക്കാൻ. ഞാനിതൊരു നാടൻ രീതിയിൽ ട്രൈ ചെയ്തതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ നമുക്ക് ഈ ഗോതമ്പ് പായസം. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.